ഹായ്, ഞാൻ റുഖിയ ഷംല, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ കണ്ണ് ശരിയില്ല, മൂക്ക് ശരിയില്ല. ഞാൻ ഒരാളുടെ മുമ്പിൽ ഇംപ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലസൻ്റായിട്ടൊക്കെ അപ്പിയറൻസിലൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, പ്രസൻറ്റബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തകളൊക്കെ ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ, വേവലാതികളൊക്കെ പറയുന്ന ടീനേജേഴ്സിനെയൊക്കെ നമ്മളിപ്പം സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ കണ്ടുവരാറുണ്ട്. ഈ ഒരു കണ്ടീഷന് നമുക്ക് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയാം. സിമ്പിളായിട്ട് നമ്മൾ ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് അവരുടെ അപ്പിയറൻസിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ന്യൂനതകളെക്കുറിച്ചൊക്കെ വളരെ എക്സസീവായിട്ടുള്ള പ്രീഒക്യുപ്പൈഡ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുക എന്നതിനെയാണ് നമുക്ക് BDD അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് ഡിഫൈൻ ചെയ്താൽ കിട്ടുക. പ്രധാനമായിട്ടും ഈ പോരായ്മകൾ, ന്യൂനതകൾ അവരുടെ ശരീരത്തിൻ്റെ ഭംഗിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ സംബന്ധിച്ചായിരിക്കും. അതായത് അത് ഹൈറ്റിനെ കുറിച്ചിട്ടായിരിക്കാം, വെയ്റ്റിനെ കുറിച്ചിട്ടായിരിക്കാം, സ്കിൻ ടോണിനെ കുറിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ശരീരത്തിലെ ഒന്നോ അതിൽ കൂടുതൽ അവയവങ്ങളോ കുറിച്ചിട്ട് അതിൻ്റെ സൈസിൻ്റെയും ഷേപ്പിൻ്റെയും ഒക്കെ അനോമലീസിനൊക്കെ കുറിച്ചിട്ട് ആയിരിക്കാം. സോ ഇത്തരത്തിലുള്ള ഈ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള എക്സസീവായിട്ടുള്ള ചിന്തകൾക്കാണ് നമുക്ക് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിൽ കാണാനായിട്ട് സാധിക്കുക. പ്രധാനമായിട്ടും 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഈ ഒരു സിംറ്റംസ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ആൻഡ് നമ്മളൊരു മാരിറ്റൽ സ്റ്റാറ്റസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് ഈ ഒരു സിംറ്റംസ് കണ്ടുവരാറുണ്ട്. നമ്മളൊരു മാരേജ് കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോഴായിട്ട്. പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ക്ലിനിക്കിൽ കാണാൻ സാധിക്കാറുള്ളത് ഒരു സെക്കൻഡ് റൗണ്ടായിട്ടാണ് ഈ ഒരു കേസ് നമ്മുടെ ക്ലിനിക്കിൽ എത്താറുള്ളത്. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഫസ്റ്റായിട്ട് പോകാറുള്ളത് ഒരു കോസ്മെറ്റിക് സർജൻ്റെ അടുത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത്, അതേപോലെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്താണ്. അവിടെ ചീഫ് കംപ്ലയിൻസിൽ വരാറുള്ളത് കണ്ണിലും മൂക്കിലും ഒക്കെ അനോമലീസ് ഉണ്ട്, അതെല്ലാം എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, ഇതിൻ്റെ ഷേപ്പ് ശരിയില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻസ് ആയിട്ടായിരിക്കും. അവരതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കാറില്ല. നമുക്ക് അവഗണിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പാടുകളോ ചെറിയ പിമ്പിൾസോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടാകുക. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര എക്സസീവായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ഈ കൺസൾട്ടൻസിൻ്റെ അടുത്ത് അത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് അത് ക്ലിനിക്കിലേക്ക് അവർ സെക്കൻഡ് റൗണ്ടായിട്ട് ഇതൊരു എക്സസീവ് തോട്ടിൻ്റെ, പ്രീഒക്യുപ്പൈഡ് തോട്ടിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻ പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. 90% ഡിപ്രഷനായിട്ടും, ഒരു 70% ആങ്സൈറ്റി, ഉത്കണ്ഠയായിട്ടും, അതേപോലെ ഒരു 30% സൈക്കോട്ടിക് സിംറ്റംസ്, അതായത് നമുക്ക് നമ്മുടെ ഒരു ബോധത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഉള്ളൊരു മാനസിക വിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെയുള്ള സിംറ്റംസുമായിട്ടൊക്കെ ഈ ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ കോറിലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തോട്ട്സ്, പ്രീഒക്യുപ്പൈഡ് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ഈ തോട്ട്സ് ഇതൊരു ഡിസോർഡറാണ് അല്ലെങ്കിൽ ഇത് എക്സസീവ് ആണ് എനിക്കുള്ള ഈ തോട്ടെന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവാറില്ല. ഈ ഇൻസൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കൂടുതൽ സമയവും പണവും എല്ലാം അവർ ചെലവഴിക്കുന്നത് ഈ അബ്നോർമാലിറ്റീസ് നികത്താനായിട്ട് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കോസ്മെറ്റിക്സ് ഒരു എക്സ്പെൻഡിച്ചർ കൂടുതലും ഈ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വൈകിയായിട്ട് ആണ് ക്ലിനിക്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ കാറ്റഗറിയിലുള്ള ആളുകൾ എത്തിച്ചേരാറുള്ളത്. ബോഡി അപ്പിയറൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അതിലുള്ള ഫ്ലോസിനെ കുറിച്ചിട്ടൊക്കെ ഇത്രയും അധികം ചിന്തകൾ നിരന്തരമായിട്ട് വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ലോ ലെവലിലേക്ക് ചെന്നെത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. അവരുടെ ജോലി ആയിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഈ എല്ലാ മേഖലയും ഇത്തരം ചിന്തകൾ ബാധിച്ചതായിട്ട് കാണാൻ പറ്റും. അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും മെമ്മറിയും എല്ലാം ഈ തരത്തിൽ തന്നെ വളരെ മോശമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതെപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഡീവിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒക്കെ തന്നെ ഈ ഒരു ചിന്തകൾ കാരണം അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം,
കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ലൈഫിൽ ഒരു ദിവസത്തെ ഒരുപാട് സമയം അവർ ചെലവഴിക്കുന്നത് ഈ ഒരു കാര്യത്തിന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ അപ്പിയറൻസിലെ ന്യൂനതകളും പോരായ്മകളും ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയവും പണവും അവർ ചെലവഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രധാനമായിട്ട് ഈ BDDയിലുള്ള സിംറ്റംസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്വന്തം അപ്പിയറൻസ് മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുകയും അതേപോലെ അവരെക്കാൾ ഭേദമാണ് ഞാൻ, അല്ലെങ്കിൽ അവരെക്കാൾ മോശമായിട്ടാണ് എൻ്റെ അപ്പിയറൻസ് ഉള്ളത് എന്നുള്ളൊരു കമ്പാരിസൺ നിരന്തരമായിട്ട് അവരിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പബ്ലിക് സ്പേസിലേക്ക് ഇറങ്ങാനോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പിയറൻസ് വളരെ മോശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുക്കൾ യൂസ് ചെയ്ത്, ലൈക്ക് ഒരു ഹാറ്റോ അല്ലെങ്കിൽ വലിയ സ്കാർഫോ വലിയ തരത്തിലുള്ള മാസ്കോ ഒക്കെ ഫേസിലൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും ഹൈഡ് ചെയ്തിട്ടായിരിക്കാം, അവരുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഹൈഡ് ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെയുള്ള ആളുകൾ നടക്കുക. ഒട്ടുമിക്ക സമയങ്ങളിലും മിററിൻ്റെ മുന്നിലാണ് ഒരുപാട് സമയം ചെലവഴിക്കാറുള്ളത്. ആൻഡ് ഇത്തരത്തിലുള്ള ഫ്ലോസ് ഇല്ല, അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ പരിഹരിച്ചു, എന്തെങ്കിലും രീതിയിൽ അത് ഞാൻ മാനേജ് ചെയ്തു എന്നുള്ള റീഅഷുറൻസ് നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഡബിൾ ചെക്കിങ്, അപ്പിയറൻസിലും ഡ്രസ്സിങ്ങിലും അവർ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിലൊക്കെ എപ്പോഴും ഡബിൾ ചെക്കിങ് ഉള്ളതായിട്ടാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കാറുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിലൊക്കെ പ്രത്യേകം ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. കൂടുതലായിട്ടും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായി വരുന്നത്. പുരുഷന്മാരിലും ഉണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി സ്ത്രീകളിൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കുറേ കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ മനസ്സിലാകുന്നത്. പിനിയൽ ഡിസ്മോർഫിയ എന്ന് പറയുന്ന ഒരു BDD ട്രേറ്റ്സുകൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിനിയൽ ഡിസ്മോർഫിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈംഗിക അവയവം പെനിസിൽ അതിൻ്റെ ഷേപ്പിനോ സൈസിനോ ഒക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ള എക്സസീവ് തോട്ടാണ്. ഈ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സെൽഫ് എസ്റ്റീമിനെയും അവരുടെ സെക്ഷൽ ലൈഫിനെയും ഈ ഒരു ചിന്ത വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും അവരുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള സെക്ഷൽ ഇഷ്യൂസ് അങ്ങനെയുള്ള ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. സ്ത്രീകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ബോദർ ചെയ്യുന്നതായിട്ടാണ് കാണാറുള്ളത്. പ്രത്യേകിച്ചും ബ്രസ്റ്റിൻ്റെ എല്ലാം സൈസ് കുറവാണെന്നോ അതിൽ ഷേപ്പിൽ വ്യത്യാസമുണ്ടെന്നോ റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രസ്റ്റിൻ്റെ സൈസിലുള്ള വ്യത്യാസങ്ങൾ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ കൂടുതലായിട്ട് ഇത്തരക്കാരെ അസ്വസ്ഥമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ഡിസ്മോഫിയ ആണ് മസ്കുലർ ഡിസ്മോഫിയ. മസ്കുലർ ഡിസ്മോഫിയയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു മാസ്കുലിനിറ്റി എൻ്റെ ബോഡി ഫീച്ചേഴ്സിൽ വരുന്നില്ല എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ഒരുപാട് ശക്തമായിട്ടുള്ള ഭയങ്കര റെഗുലർ ഡയറ്റ്സ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യുക, അതേപോലെ കൂടുതൽ സമയം ജിമ്മിലും അതേപോലെ ബോഡി ഫീച്ചേഴ്സിനെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ മസ്കുലറായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്നതായിട്ടും അതിന് വേണ്ട സർജറിക്ക് പോലും സമയവും അതേപോലെ പണവും ഒക്കെ ചെലവഴിക്കുന്നതായിട്ടുമാണ് മസ്കുലർ ഡിസ്മോർഫിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ നമുക്ക് മാനേജ് ചെയ്യേണ്ട രീതി പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും സൈക്കോതെറാപ്പീസ് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു ഇൻസൈറ്റ്, ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഇതൊരു എക്സസീവ് തോട്ടാണെന്നുള്ള ഇൻസൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുകയും സൈക്കോതെറാപ്പീസും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും എല്ലാം ഈ ഒരു ലെവലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആദ്യ പടി എന്നുള്ളത്. എന്നാൽ ഈ ഒരു തോട്ട്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രസ്സുകൾ ഉണ്ടാക്കുന്നത് കാരണം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റുകൾ, ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ പോലെയുള്ള സൈക്കാട്രിക് ആയിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകേണ്ടത്.
ഇത്തരത്തിലുള്ള എക്സസീവ് തോട്ട്സ്, പ്രീഒക്യുപ്പേഷൻ, നെഗറ്റീവായിട്ടുള്ള പ്രീഒക്യുപ്പേഷൻ ആയിട്ടുള്ള ചിന്തകളെ നിരന്തരമായിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ അതിനെ വളരെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ചിന്തകൾ നിരന്തരമായിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സൈക്കോതെറാപ്പീസിലൂടെയും ഫാർമക്കോതെറാപ്പിയും ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയെ നമുക്ക് പരിപൂർണമായിട്ടും ഭേദപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.